ഒരു വീഡിയോ ഇല്ല മിയ ഖലീഫ മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരാള് മറ്റേ ഇറ്റ്സ് മൈ ലൈഫ് ആ അവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ അന്തോട്ട് ഇങ്ങനെയാണോ അത്. ഉണ്ണി സാറൊക്കെ ബി ഉണ്ണികൃഷ്ണൻ സാറ് തിരിച്ചു വന്നാൽ ഞാൻ രാഹുലിനെ മോനെ ആര് പടം തരും. വിജയ് സിനിമ ചെയ്യുകയാണെങ്കിൽ അതിനെ പറ്റി പാട്ടുണ്ടാക്കാൻ പറ്റണ്ടേ. വിജയ്ക്ക് എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. എന്നാൽ പിന്നെ ഒരു പാട്ടുണ്ടാക്കി വെക്കാം. ഇത്ര ആഗ്രഹമാണ് മ്യൂസിക്കില്ലെങ്കിൽ പിന്നെ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ, ഗോ ബാക്ക് ആൻഡ് ഡു മ്യൂസിക് ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ആ ഒരു മൊമെന്റ് ആയിരുന്നു. അത് യാദൃച്ഛികമായിട്ടൊരു ക്യൂവിൽ വെച്ച് കണ്ടത്. ബട്ട് ആ സമയത്ത് എനിക്കൊന്ന് ആളുകൾ റഹ്മാൻ ചെയ്ത പാട്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ശ്രുതി, എന്റെ പേരൊന്നും ആർക്കും അറിയില്ല, ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയത്തില്ല. ക്രിഞ്ച് അടിച്ച് അതെന്താ ഷാംജി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാനൊരു ഇമെയിൽ അയച്ചു ഷാംജിക്ക്, കലിപ്പ് ഇമേജ്. അനന്തഭദ്രം സിനിമയ്ക്ക് വേണ്ടി ഒരു പക്ഷേ നമുക്കൊരു ഡെബ്യൂ കിട്ടിയേനെ എന്ന് പറഞ്ഞൊരു ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡയറക്ടറായിട്ടുള്ള കൊരട്ടൻ ശിവയുടെ സിനിമയാണ് ആദ്യത്തെ സിനിമ മിർച്ചി എന്ന് പറഞ്ഞിട്ട് പ്രഭാസിന്റെ. അത് അവസാനം അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്ന രണ്ടാമത്തെ സിനിമ. അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ ഈ കത്തും തീയണമ്പോ എന്തെങ്കിലുമൊക്കെ ആളുകൾ എടുക്കും, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ചേട്ടൻ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. ഒപ്റ്റിമിസ്റ്റിക് ഈ നിമിഷം വരെ നാളെ ഇതിലും നല്ലൊരു കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയായിരുന്നു ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഉള്ളത്? ഇപ്പൊ ഞാൻ ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോഴാണെങ്കിലും അമ്മയുടെ കുറെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ആയിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് എനിക്കത് ഭയങ്കര കണക്ട് ആയി. ആ ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ട്. കാരണം അവരുടെയൊക്കെ ഒരു സാക്രിഫൈസും കഷ്ടപ്പെട്ടതും അല്ലെ നമ്മൾക്ക് വേണ്ടിയുള്ളൊരു ഒരു കാത്തിരിപ്പുണ്ടല്ലോ. ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴും നമ്മൾ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും വർക്കിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ചെയ്യുമ്പോഴും അവൻ കഷ്ടപ്പെടുന്നുണ്ട്, അത് നടക്കും. അത് പ്രാർത്ഥനകളുമായിട്ടും അല്ലേ ആ ഒരു അത് മാത്രമായിരുന്നു നമ്മുടെ ഒരു സ്വത്ത് എന്ന് പറയുന്നത്. അമ്മയും എൻ്റെ സിസ്റ്ററുണ്ട്, രണ്ടുപേരും ഇപ്പോൾ പോയി. ചേച്ചി 2016 മമ്മി ഈ വർഷം ബിഗിനിങ്ങിലും. രണ്ടുപേരും ക്യാൻസർ വന്നിട്ടാണ് പോയത്. പക്ഷെ അത് അവരുടെ ഒരു സപ്പോർട്ട് ഓൾ ത്രൂ മൈ ലൈഫ്. ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയുള്ളൊരു നിലകൊണ്ട് ജീവിതം ത്യജിച്ച ആളുകളാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ജോലി കളഞ്ഞിട്ട് ഇപ്പോൾ ലണ്ടനിൽ ജോലിയായിരുന്നു. അപ്പോൾ ആ ജോലി എനിക്ക് ഒരു റഹ്മാൻ സാറായിട്ടൊരു ചാൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ലണ്ടനിൽ വെച്ചിട്ട്, ഒരു ക്യൂവിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് സാറ് എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര ആഗ്രഹമാണ് മ്യൂസിക്കില്ലെങ്കിൽ പിന്നെ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ, ഗോ ബാക്ക് ആൻഡ് ഡു മ്യൂസിക് എന്ന് പറഞ്ഞു. അതാണ് എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മെന്റൽ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ആ ഒരു മൊമെന്റ് ആയിരുന്നു. അത് യാദൃച്ഛികമായിട്ടൊരു ക്യൂവിൽ വെച്ച് കണ്ടത്. ഞാൻ ഈ ക്യൂവിൽ പുള്ളിക്കും ഞാൻ ഒരു വീഡിയോ ഇല്ല മിയ ഖലീഫ മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരാള് മറ്റേ ഇറ്റ്സ് മൈ ലൈഫ് ആ അവസ്ഥയായിരുന്നു. ഞാനിങ്ങനെ അന്തോട്ട് ഇങ്ങനെയാണോ അത്. അങ്ങനെ മീറ്റ് ചെയ്തൊരു യാദൃച്ഛികമായിട്ടൊരു ചാൻസ് മീറ്റിംഗ് ആണ്. അപ്പോൾ അന്ന് പറഞ്ഞൊരു ഞാൻ ഇമ്മീഡിയറ്റ്ലി ഇറങ്ങി ഉടനെ മമ്മീനെ ഫോൺ ചെയ്യണം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ എടപ്പള്ളി മാമംഗലം ഏരിയ കിടന്ന് കളിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ നമ്മളൊക്കെ ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും തടയൊന്നുമില്ല. പക്ഷെ എന്നാലും മനസ്സിലാഗ്രഹം ഇവിടത്തെയൊക്കെ തന്നെ ഉണ്ടാവണമെന്നാണ്. ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അപ്പം തന്നെ പറയാം, എടാ എന്നാൽ നിനക്ക് വന്നുകൂടെ തിരിച്ചെന്ന് വെച്ചു. അപ്പം ഞാൻ ഇമ്മീഡിയറ്റ്ലി പോയിട്ട് എൻ്റെ ബോസിനോട് പറഞ്ഞ് എനിക്ക് തിരിച്ചു പോകണം, ഐ വോണ്ട് ടു ട്രൈ മൈ ഹാൻഡ് ഇൻ മൂവീസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഒരു പണി ചെയ്യൂ, ഞങ്ങളൊരു 5 year വിസ എടുത്തു തരാം, നിങ്ങൾ ഇത്ര മാസത്തിനുള്ളിൽ തിരിച്ചു വരിക, അല്ലെങ്കിൽ വിസ ക്യാൻസൽ ആവും. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി, ജോലി കിട്ടുക, ഇങ്ങനെ ഒരു ജോലി കിട്ടാനൊക്കെ എല്ലാവരും എത്ര പേര് അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ആൻഡ് യു ഗോ ബാക്ക് ആൻഡ് ട്രൈ ചെയ്യൂ, നടന്നില്ലേ തിരിച്ചു വരാമല്ലോ, വേറെ പ്രൊജക്റ്റ് ഉണ്ടാവും ഞങ്ങൾ വിളിക്കാം. പക്ഷെ ആ വരവ് പിന്നെ ഞാൻ തിരിച്ചു പോയില്ല. റഹ്മാൻ സാർ പറഞ്ഞൊരു കാര്യം എനിക്ക് റഹ്മാൻ സാറിനോട് പറയാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട് പിന്നീട്. മറ്റൊരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ചിൽ റസൂൽ പുക്കുട്ടി സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, സൗണ്ട് സ്റ്റോറി. അതിലെ പാട്ട് ഞാനാണ് ചെയ്തത്, BGM ശരത്തേട്ടൻ. അപ്പോൾ ആ പാട്ടിൻ്റെ ലോഞ്ചിൽ റഹ്മാൻജിയും ശങ്കർ സാറും കൂടെയാണ് ലോഞ്ച് ചെയ്തത്. അന്ന് ഞാൻ ഈ കഥ സ്പീച്ചിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ സാറ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർക്കത് ഓർക്കേണ്ട ആവശ്യമില്ല, അവരും എത്രയോ 1000-10,000 ആളുകളെ കാണുന്നത്. പക്ഷെ നമ്മളുടെ ലൈഫിൽ അവർ എപ്പോഴെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടായ ട്രാൻസ്ഫോർമേഷനാണത്. അപ്പോൾ അതൊരു സ്റ്റോറി ആയിട്ട് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു തിരിച്ചു വന്നിട്ട് പിന്നെ എനിക്കൊരു വണങ്ങിപ്പോക്ക് ഉണ്ടായില്ല. പക്ഷെ അമ്മയും ഇപ്പോൾ പറഞ്ഞല്ലോ സഹോദരിയാണല്ലോ, അവരൊക്കെ ഭയങ്കര നമ്മുടെ ഒരു വിജയത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ചെയർ ചെയ്യാനും റൂട്ട് ചെയ്യാനും പ്രാർത്ഥിക്കാനും എല്ലാ ദിവസവും അതിനു വേണ്ടി അല്ലേ, ആ ഒരു അവരുടെയൊക്കെ എഫേർട്ട് തന്നെ പ്രാർത്ഥന. ഇപ്പം ഞാനിപ്പോൾ ശരിക്കും ഇത് എത്രത്തോളം ക്ലീശയാണ് എന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും ഞാൻ ബിലീവ് ചെയ്യുന്നത് എൻ്റെ അമ്മ ആണ് ഈ മാജിക് എനിക്ക് വേണ്ടി ചെയ്തു തന്നത് ഫോർ ചോട്ടാ മുംബൈ റിലീസ് എന്ന് തന്നെയാണ്. ലിറ്ററലി ഐ ബിലീവ് ദാറ്റ്.
ഞാനിത് എങ്ങും പറഞ്ഞിട്ടില്ല, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ ബിലീവ്. അന്ന് കണ്ടപ്പോൾ, അതായത് ഫസ്റ്റ് ഒരു ഡെബ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അത്രയും റീച്ച് കിട്ടുമ്പോൾ അമ്മയുടെ റെസ്പോൺസ് എങ്ങനെ? അതൊക്കെ വളരെ സന്തോഷം. ഓഫ് കോഴ്സ് ചോട്ടാമ്പി വാസ് എ ബിഗ് ഹിറ്റ്. ആ സമയത്ത് പോലും ഹിറ്റായിരുന്നു. സന്തോഷമാണ്. ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു ഡ്രീം കരിയർ അല്ലേ, എത്രയോ വർഷം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട്, അതും ലാലേട്ടൻ്റെ ഒരു സിനിമ നമുക്ക് കിട്ടുക, അത് ഇമ്മീഡിയറ്റ്ലി കിട്ടി എന്നുള്ളതാണ്. അതും ഇറ്റ് ഫോളോഡ് വിത്ത് സുരേഷ് ഗോപി സാറിൻ്റെ ടൈം. അത് കഴിഞ്ഞിട്ട് വന്നത് മമ്മൂക്കയുടെ അണ്ണൻ തമ്പി, മലബാർ വെഡ്ഡിങ്. അപ്പോൾ നല്ല നല്ല സിനിമകൾ അപ്പോഴത്തെ എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെയും സിനിമകൾ ഒരു ഓർഡറിൽ നമുക്ക് കിട്ടി. ദിലീപേട്ടൻ്റെ ക്രേസി ഗോപാലൻ, ഒരു ഓർഡർ, വൺ വേ ടിക്കറ്റ് പൃഥ്വിരാജ്, കുറേ പടങ്ങൾ. അപ്പോൾ ഫോർ മീ ദാറ്റ് വാസ് ലൈക്ക് എ ബ്ലെസ്സിങ്. നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിന് മുമ്പ് നമുക്ക് യാതൊരു സിനിമാ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഒരാളെ പോലും പരിചയമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഈവൻ വേറൊരു സിമ്പിളല്ല, അതൊരു അനന്തഭദ്രം സിനിമയ്ക്ക് വേണ്ടി ഒരു പക്ഷേ നമുക്കൊരു ഡെബ്യൂ കിട്ടിയേനെ എന്ന് പറഞ്ഞൊരു ഒരു മീറ്റിങ്ങിന് ഉണ്ടായി. എന്നെ വിളിപ്പിച്ചതാണ്, രാജുവേട്ടൻ വിളിപ്പിച്ചു. ആ സമയത്ത് സാബു സിറിലായിരുന്നു സംവിധായകൻ. അന്ന് നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് അനന്തഭദ്രത്തിന്റെ പ്രൊഡ്യൂസർ മണിയമ്പള്ളി രാജു സാറാണ്. അതിനുശേഷം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ചേട്ടൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പക്ഷേ രാജുവേട്ടൻ്റെ തന്നെ സിനിമയിൽ എനിക്ക് അതൊന്നും ആരും പ്ലാൻ ചെയ്തൊരു കാര്യമല്ല. അത് എങ്ങനെ ഇപ്പോൾ കയ്യിൽ പോയത്? അല്ല, അതെങ്ങനെയോ അതിനുശേഷം സാബു സാറ് മാറി, ഡയറക്ഷൻ അങ്ങനെയൊക്കെ മാറിയല്ലോ, മൊത്തം ക്രൂ ഒക്കെ മാറി, അതങ്ങനെ മാറിപ്പോയതാണ്. ബട്ട് ഓഫ് കോഴ്സ് അതിലൊരു കുഴപ്പമില്ല, നമുക്ക് നല്ല പാട്ടുകൾ കിട്ടി, മലയാളത്തിന് നല്ല സിനിമയും കിട്ടി, അത് വേറെ കാര്യം. ബട്ട് ഇത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നമുക്കൊരു ചെറിയ നഷ്ടം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തന്നെ സംതിങ് എൽസ് ഹാപ്പൻ, സംതിങ് മോർ ബ്യൂട്ടിഫുൾ ഹാപ്പൻ. അത് ലാലേട്ടൻ്റെ പടം. അതിനി ഏതൊരു കാലത്തെടുത്താലും എൻ്റെ ആദ്യത്തെ സിനിമ ലാലേട്ടൻ്റെ സിനിമ തന്നെയാണ്. അത് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, മാറില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ അന്ന് ഓരോ ഡയറക്ടേഴ്സിനെ കാണാൻ പോകുമ്പോൾ ഒരു സെറ്റ് ഓഫ് ട്യൂൺസും കൊണ്ടാണ് പോണത്. അത് പിന്നീട് യൂസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു വാസ്കോഡ ഗാമയുടെ ട്യൂൺ, ബേസിക് ഫസ്റ്റ് പല്ലവി ട്യൂണില്ലേ, നമ്മൾ പണ്ട് ഇമാജിൻ ചെയ്യും, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യും, നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ ആ സമയത്ത് പോക്കിരിയോ അതൊക്കെ വലിയ വലിയ തമിഴിലൊക്കെ തമിഴ് സിനിമകൾ ഭയങ്കര ഹിറ്റാണ്. സെലിബ്രേറ്ററി നടക്കുന്ന നമ്മുടെ സിനിമകളിൽ അങ്ങനത്തെ ഒരു പാട്ടുകളും ബഹളവും മേളമായിട്ടുള്ള പടങ്ങൾ കുറവാണ്. അങ്ങനത്തെ സിനിമകൾ വളരെ കുറവ്, നമുക്ക് ആ കമ്പാരിറ്റീവ്ലി കുറവാണ്. ആ സമയത്താണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുറച്ചുകൂടെ ക്ലാസ് വേറൊരു മോഡ് പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ പറയും, ഒരു വിജയ് സിനിമ കിട്ടിയിരുന്നെങ്കിൽ തകർക്കാമായിരുന്നു ഒക്കെ നമ്മൾ ഈ മാനിഫെസ്റ്റ് ഇമാജിൻ ചെയ്യണം അങ്ങനെ. പക്ഷെ വിജയ് സിനിമ ചെയ്യുകയാണെങ്കിൽ അതിനെ പറ്റി പാട്ടുണ്ടാക്കാൻ പറ്റണ്ടേ? വിജയ്ക്ക് എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. എന്നാൽ പിന്നെ ഒരു പാട്ടുണ്ടാക്കി വെക്കാം, എങ്ങാനും കിട്ടിയാലും. അങ്ങനെ ഉണ്ടാക്കിയാണ് വാസ്കോ ഡാമയുടെ ട്യൂൺ, ഫസ്റ്റ് ട്യൂൺ. ആ എൻറ്റയർ പല്ലവി അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്കും there is no other place much more better than this. ലാലേട്ടന് ഇൻട്രോ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിലപ്പുറം വേറെ വല്ലതും ഉണ്ടോ? അപ്പൊ അത് നേരെ ഇങ്ങോട്ട് എടുത്ത് പ്ലാൻ ചെയ്തു ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയതാണ്. ആഡ്സ് ചെയ്യുന്ന സമയത്താണ് ആൽബം ഒക്കെ ചെയ്യുന്നത്. അതെ, എൻ ജീവനെ, പുലർമഞ്ഞു പോയി ആൽബം ചെയ്തു. ആരിൽ ആരാൽ എന്ന് പറഞ്ഞ 2 സിംഗിൾ ആൽബംസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ TV തീമുകൾ, ലോക സമസ്ത സുഖിനോ ബന്ധു, റേഡിയോ തീമുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ലോക സമസ്ത എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് റീച്ച് കിട്ടിയ അമൃത ടിവിക്ക് വേണ്ടി ചെയ്തത് അല്ലേ? ഭയങ്കര റീച്ച് കിട്ടിയ. അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാ, ഭാഗ്യങ്ങൾ എന്തൊക്കെയാ? അതുകൊണ്ട് ആ സമയത്ത് ഒത്തിരി അഡ്വർടൈസ്മെന്റ് മേക്കേഴ്സിന് ഇഷ്ടമായിരുന്നു ആ പാട്ട്, ട്രാക്ക്. മിക്കവർക്കും ഈ ട്രാക്ക് കേൾപ്പിച്ചാൽ ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. എൻ്റെ ഡെമോയിൽ ആദ്യത്തെ പാട്ട് ലോക സമസ്തയായിരുന്നു, അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ആ പാട്ട്. ആ പാട്ട് ആര് കേട്ടാലും ഇത് കേട്ടിട്ടുണ്ടല്ലോ, എവറിബഡി നോസ് ദാറ്റ് സോങ്. അപ്പോൾ അതൊരു നമുക്കൊരു ഫസ്റ്റ് ബ്രേക്ക് ത്രൂ നമ്മൾ പറയില്ല, ആദ്യത്തെ ഒരു അറ്റൻഷൻ കിട്ടാൻ അത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എവറിബഡി ന്യൂ ദാറ്റ് സോങ്. ഒരു അഡ്വർടൈസ്മെന്റ് മേക്കർ ആണെങ്കിലും അവർക്ക് ആ പാട്ട് ഇഷ്ടമാണ്. പലരും എനിക്ക് അവരുടെ കളക്ഷൻസിൽ ആ പ്ലേലിസ്റ്റിൽ ആ പാട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആ സമയത്ത് എനിക്കൊന്ന് ആളുകൾ റഹ്മാൻ ചെയ്ത പാട്ടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ശ്രുതി, എൻ്റെ പേരൊന്നും ആർക്കും അറിയില്ല, ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്കാണെന്ന് പറഞ്ഞിട്ടാണ് അത് ആളുകളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്തത്. പിന്നീടാണ് ഇത് വേറൊരു കൊച്ചിയിൽ ഇരിക്കുന്ന ഒരു പയ്യച്ചക്കനാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു വന്നത്. ശ്യാം പ്രസാദ് സാറുമായിട്ട് മീറ്റ് ചെയ്യുന്നതും, അതെ, അദ്ദേഹമാണ് ഇതിവിടെ നിൽക്കേണ്ടതല്ല, ഫിലിമിലേക്ക് വരണം എന്ന് പറഞ്ഞത് അല്ലേ? അതെ. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഹി വാസ് ഓൾവേസ് നമ്മുടെ ഒരു വെൽ വിഷർ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴോ ശ്യാംജിനെ കണ്ടപ്പോൾ പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കതൊന്നും അത്ര ഓക്കെ അല്ല. എന്നോട് പറഞ്ഞു, എനിക്ക് അത്ര രാഹുലിന്റെ പൊട്ടൻഷ്യൽ ഒന്നും അല്ല, രാഹുൽ യു ക്യാൻ ഡു ബെറ്റർ, ഇതൊന്നും പോരാ, ഇതിലിങ്ങനെ സ്റ്റക്ക് ആവരുത്.
അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ക്രിഞ്ച് അടിച്ചു. നമ്മൾ അതെന്താ ഷ്യാംജി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാനൊരു ഇമെയിൽ അയച്ചു ഷ്യാംജിക്ക്, കലിപ്പ് ഇമേജ്. കാരണം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ സംസാരിക്കുക സ്നേഹമുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്നേഹമുള്ളിടത്ത് നമുക്ക് എന്തും പറയാം. ഞാൻ കലിപ്പ് ഇമെയിൽ ലിറ്ററലി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഐ ഹാവ് ടു പേ മൈ ബിൽസ്, എനിക്ക് ചെയ്യണ്ടേ ഷ്യാംജി. അങ്ങനെ എനിക്ക് ആ ഒരു ചോയ്സ് ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പോൾ പുള്ളി കൂളായിട്ട് എൻ്റെ പറഞ്ഞു രാഹുലിന് വേണ്ട സാധനം ഞാൻ കൊണ്ടുവരും എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൻ്റെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ടറിഞ്ഞ് എവിടെയാണ് അവന്യൂ ഏതൊരു ഹോട്ടലിലേക്ക് വിളിച്ചു, അവന്യൂ റെജൻറ്റോ അവന്യൂ സെൻറ്റർ എന്നിട്ട് പറഞ്ഞു ഞാനിവിടെ ഉണ്ട്, എന്നെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ ശരി ഷാംജി വരാം. അവിടെ നിന്നൊരു ഉടനെ സ്ക്രിപ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റ്, രാഹുലാണ് മ്യൂസിക്, ഇതാണ് ഋതു, ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് യു ടു ഡു. അങ്ങനെയാണ് ഋതു. ഓഫ് കോഴ്സ് അതിൻ്റെ സ്കോർ കഴിഞ്ഞ ദിവസം ഷ്യാംജി കെട്ടിപ്പിടിച്ചിട്ട് ലിറ്ററലി ഈ ഹഗ്ഡ് മീ ആൻഡ് ടോൾഡ് ഇതിന് രാഹുലിന് എന്തെങ്കിലും ഒരു റെക്കഗ്നിഷൻ കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു വർക്കായിട്ടുണ്ട്, ഉറപ്പായിട്ടും കിട്ടട്ടെ എന്ന് പറഞ്ഞു, ഒരു പ്രാർത്ഥന പോലെ. ഇതിനു മുമ്പ് ഋതുവിന് മുമ്പ് ചെയ്ത വർക്കൊക്കെ ഭയങ്കര ഇതുപോലെ ചോട്ടാ മുംബൈ പോലെ അണ്ണൻ തമ്പി പോലെ കമേഴ്ഷ്യൽ അങ്ങനത്തെ പാട്ടുകളുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഋതു വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഒരു വലിയൊരു ടേൺ, ഒരു ഡീടൂർ, ഒരു ഡിഫറെന്റ് ഡയറക്ഷനിലേക്കുള്ള നമ്മൾ ഒരു യാത്ര പോയിട്ട് അവിടെ വേറെ കുറെ നല്ലൊരു പുൽമേടുകളും മലയൊക്കെ എന്നാൽ പിന്നെ ആ വഴി പോകാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ടേൺ ആയിരുന്നു. വേറെ ഒരു റൂട്ട് പിടിക്കാം, കുറച്ചുകൂടെ എക്സ്പെരിമെന്റൽ മോഡിലേക്ക് പോവാം. അങ്ങനെയാണ് അങ്ങനത്തെ ട്രാക്സ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ. എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തും അത്തരം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ഒരു 3-4 വർഷം കൂടുമ്പോൾ വി ഹാവ് ടു റീഡിഫൈൻ അവർ സെൽഫ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്പേസിൽ നമ്മുടെ ഒരു ചെറിയ ചട്ടക്കൂടിൽ എല്ലാവർക്കും ശൈലികളുണ്ടല്ലോ. എവറി കമ്പോസർ, എവറി ആർട്ടിസ്റ്റ് അവർക്ക് അവരുടേതായ ശൈലിയുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് ഒരാളെ കണ്ടുപിടിക്കാം ഇത് ആരുടെയാണെന്ന് പറയാൻ പറ്റും. ഈ ശൈലിക്കൊക്കെ ഉപരി ശൈലി അവിടെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് പുതിയ ജോണേഴ്സും കൂടെ സ്വാംശീകരിക്കാൻ പറ്റിയാൽ, നമ്മുടെ സ്റ്റൈലിലേക്ക് അബ്സോർബ് ചെയ്ത് അത് നമ്മുടെ ശബ്ദം കൂടെ ആക്കി മാറ്റാൻ പറ്റിയാൽ നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴും റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്തതിൽ ഭയങ്കര എക്സ്പെരിമെന്റലായി ചെയ്തത് ഏതായിരിക്കും? എക്സ്പെരിമെന്റൽ കപ്പ അത്യാവശ്യം എക്സ്പെരിമെന്റൽ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ലിറിക്കലി ആണെങ്കിലും അതിൽ ഈ പറഞ്ഞ ഒരു നരകം കൺസെപ്റ്റ് ഉണ്ട്, കാലൻ കൺസെപ്റ്റ് ഉണ്ട്, മനസ്സിലായില്ല, മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാക്കള് പോയിട്ടുള്ള അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അത് ക്രാക്ക് ചെയ്യാൻ ഒരു ഇച്ചിരി സമയമെടുത്തു. അതുപോലെ വിജനസുരവി വാസ് എ വെരി എക്സ്പെരിമെന്റൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആറാട്ടിലെ തലയുടെ വിളയാട്ട് ഫോർ മീ മ്യൂസിക് പ്രൊഡക്ഷൻ വെച്ച് എനിക്ക് നല്ലതായിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, മ്യൂസിക് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ട്രാക്കാണ്. അതുപോലെ മുദ്ദുഗൗലെ ഉമ്മ പാട്ടുണ്ട്, കത്തും തീയാണുമ്മ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഫോർ മീ ഇറ്റ് ഇസ് എ വെരി പവർ പാക്ഡ് സോങ്. അത് എനിക്ക് തോന്നുന്നു അത് റീൽസിലേക്കൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അത് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ചെയ്ത എല്ലാ പാട്ടുകളും എപ്പോഴും ആളുകളിലേക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും എത്തില്ല, കാലം തെറ്റിയൊക്കെ വരും. അപ്പൊ എൻ്റെ ഒരു പ്രതീക്ഷ ഈ കത്തും തീയണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആളുകൾ എടുക്കും, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ റാംബോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് മുദ്ദുഗൗല്, അതൊക്കെ എനിക്ക് ഒത്തിരി എക്സ്പെരിമെന്റൽ ആയിട്ട് തോന്നിയ ട്രാക്കുകളാണ്. അമൽനീയത്ത് എനിക്ക് തോന്നുന്നു അതുവരെ ഇപ്പം അലക്സ് പോൾ അതുപോലെ തന്നെ ഗോപി സുന്ദർ അവരായിരുന്നു പടങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചേട്ടനിലേക്ക് എങ്ങനെ എത്തുന്നത്? അമല് ഗോപി തന്നെയായിരുന്നു, അൽഫോൺസ് ആയിരുന്നു ചെയ്തിരുന്നത്, അലക്സ് പോൾ അല്ല. സോറി, അൽഫോൺസ്. എന്നിലേക്ക് എത്തിയത് ആഫ്റ്റർ ഈ ഋതു ഒക്കെ ശേഷം എനിക്ക് തോന്നുന്നു ഞാനൊരു തെലുങ്ക് പടം ചെയ്തു, ഓ മൈ ഫ്രണ്ട്, സിദ്ധാർത്ഥ്. അത് ഓഡിയോ ഭയങ്കര പടം ഹിറ്റ് ആയിരുന്നില്ല, പക്ഷെ ഓഡിയോ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. റൈറ്റ് ആഫ്റ്റർ ദാറ്റ് ആണ് എനിക്ക് അമലിന്റെ കോൾ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്, മച്ചാൻ കൂടെ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, അത്രേ ഉള്ളൂ, അതിൽ വേറെ സംസാരം. അപ്പോൾ എപ്പോഴും അവർക്ക് ഹി വാണ്ടഡ് എ ഡിഫറെൻറ്റ് വൈബ്, ഒരു ഡിഫറെൻറ്റ് സൗണ്ട്. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇവൺ ആ സിനിമ വാസ് ഓൾസോ പുള്ളി അതിന് മുമ്പ് ചെയ്തതിനൊക്കെ കുറേ മാറ്റങ്ങളുള്ള. എനിക്ക് ബാച്ചലർ പാർട്ടി വിൽ ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഓഡിയൻസ് സൂൺ എന്ന് തോന്നാറുണ്ട്. കാരണം അത് അന്നേ കുറച്ച് മുൻപേ പറക്കുന്ന പക്ഷിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ആ സമയത്ത് പോലും. ഈ കപ്പാപ്പുഴുക്കെന്നുള്ള പാട്ടുണ്ടല്ലോ, അത് എങ്ങനെയാ ബ്രീഫ് അത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നരകത്തിന്റെ ഇതാണ് ഈ നരകം, മരിച്ചു കഴിഞ്ഞിട്ട് ആളുകൾ സ്വർഗത്തിലോട്ടോ നരകത്തിലോട്ടോ പോകട്ടെ. അപ്പോൾ നല്ല ആളുകൾ ഒക്കെ പാതാളത്തിലാണ്, ബഡ്ഡീസൊക്കെ ചങ്ക് ബഡ്ഡീസൊക്കെ, അല്ലാത്ത ബോറന്മാർ മാത്രമേ സ്വർഗത്തിലുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്വർഗത്തിലേക്ക് പോകുന്നൊരു ഇതിൽ സാധാരണഗതിയിൽ നരകത്തിൽ പോകണമെങ്കിൽ നമ്മൾ സങ്കടമല്ലേ, ഇത് സങ്കടം അല്ലാണ്ട് വാട്ട് ഇഫ് ദർ ഇസ് എ DJ പാർട്ടി ഇൻ നരകം, ഇതായിരുന്നു എൻ്റെ ഒരു തോട്ട്. അപ്പോൾ പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു കോമഡി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്.
ഒരു ഇതാണ്, ഒരു മെം പോലെ. അതായത് ഒരാൾ മരിച്ചിട്ട് പോകുന്നു, അപ്പോൾ ആത്മാവ് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ ഒരു പുൽമേടും ഒരാൾ കാലികളെ ആടിനെയൊക്കെ മേയിച്ചുകൊണ്ട് നടക്കുന്നു. അതാരാന്നറിയില്ല, ഞാൻ റെഫറൻസ് ഒന്നും പറയുന്നില്ല. ഇപ്പുറത്ത് ഭയങ്കര ഒരു പബ്ബ് സെറ്റപ്പ്, ഭയങ്കര ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര സൗണ്ട്, സ്പീക്കേഴ്സിനൊക്കെ നല്ല മ്യൂസിക്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇങ്ങോട്ട് പിടിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇടുമ്പോൾ താഴോട്ട്, അപ്പൊ താഴെ ചെകുത്താൻ നിൽക്കുന്നു, വെൽക്കം, മുകളിൽ ആഡായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ നമ്മൾ അവിടെ പോയി അവർ ആടിപ്പാടുന്നു, ഡാൻസ് കളിക്കുന്നു. സോ പീപ്പിൾ ഷുഡ് നോട്ട് വറി അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ഡെത്ത്. അതായിരുന്നു എൻ്റെ ഒരു തോട്ട്. അപ്പോൾ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ സന്തോഷം ഉണ്ടാക്കാൻ നല്ല ഫുഡ് വേണ്ടേ? അതാണ് കപ്പപ്പുഴുക്കും ചക്കര വരട്ടിയും ഈ സാധനങ്ങളൊക്കെ വന്നത്, ഈ തോട്ടൊക്കെ. ആ വേർഡ്സ് ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഡമ്മി ഉണ്ടാക്കുമല്ലോ പാട്ടുണ്ടാക്കുമ്പോൾ. അപ്പൊ ഈ അസലസലയൊക്കെ അങ്ങനെ ഉണ്ടായതാ. ആ ഫസ്റ്റ് ഒരു ഡമ്മിയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹുക്ക് വേർഡ് വരും, ഒരു ജിബറിഷ് വരും. അങ്ങനെ സെറ്റ് ചെയ്തതാണ് ഈ കപ്പ കപ്പ. അതിനൊരു റിതമുണ്ട്. ഏയ് കപ്പ 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 പുഴുക്ക്, ഏയ് ചക്ക 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 ചക്കര ചക്കര, ഒരു ടക്കട ടക്ക ഒരു റിതം ഉണ്ടായിരുന്നു. അപ്പൊ ആ റിതം പിടിച്ചതാണ്. അതായത് ആദ്യ ലിറിക്സ് വന്നിട്ടാണ് ഇത് ചെയ്തത്. അല്ലല്ല, സി അത് നമ്മള് ആ കമ്പോസ് ചെയ്തപ്പോ തന്നെ ഒരു ചെറിയൊരു നമ്മള് ഡമ്മി, ഒരു പക്ഷെ അത് മാറ്റാം എന്നൊക്കെ ഉള്ള തോട്ടുണ്ടായിരുന്നു. അപ്പൊ റഫീഖൊക്കെ വന്നപ്പോ അതിരുന്നോട്ടെ, അതൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷെ റഫീഖൊക്കെ ഓഫ് കോഴ്സ് he took the whole song to a different level. ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആ ലിറിക്സ് ബ്യൂട്ടിഫുൾ ആണ്. ബ്യൂട്ടിഫുൾ. ഈ ഡാൻസ് നമ്പറിനൊക്കെ ഉപരി അതിലൊരു ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ടായിരുന്നു. അത് പുള്ളിയും കൂടെ വന്നപ്പോൾ അതിന് മറ്റൊരു മാനം കിട്ടി എന്നുള്ളതാണ്. തെലുങ്കിലേക്ക് പോയത്, അതായത് ആ ഒരു ഓഫർ എങ്ങനെയാണ് വരുന്നത്? അതൊരു സർപ്രൈസ് കോള്. ഒരാളെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞാനൊരു തെലുങ്ക് ഡയറക്ടറാണ്, എൻ്റെ ഫസ്റ്റ് ഫിലിം നടക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ ഐ ഹേർഡ് യുവർ ഋതു ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ഞാൻ വരും, ഞാൻ ആരോ പറ്റിക്കാൻ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിനോദ് വിജയൻ, നമ്മുടെയൊക്കെ സർക്കിൾസിലുള്ള കൊട്ടേഷൻ എന്നൊക്കെ ഫിലിമിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ വേറെയൊക്കെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് വിനോദ്. ഇപ്പോൾ തെലുങ്കിലൊരു പടം ചെയ്തു. അപ്പോൾ വിനോദ് അറിയാം എനിക്ക് തെലുങ്ക് സിനിമ ചെയ്യണ ആഗ്രഹം ഉണ്ടായിരുന്നു. സി ദോസ് ആർ ഓൾ ബിഗ് പ്രൊഡക്ഷൻസ്. അപ്പോൾ ഒരു പക്ഷേ നല്ലൊരു അങ്ങനെ നമ്മുടെ ഒരു ഫെസ്റ്റിവൽ മോഡ് പടമൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിന് പുറത്തുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയാം. എൻ്റെ വിചാരം വിനോദ് ആരോടും പറഞ്ഞിട്ട് പറ്റിക്കാൻ വിളിക്കുക എന്നാണ് എൻ്റെ വിചാരം. ഞാൻ അവരോട് പറയും കളം വിട് ഭാഷ വിട്ടുകളൊക്കെ ഞാനും മലയാളത്തിൽ പറയുന്നുണ്ട്. പുള്ളി ഇംഗ്ലീഷിൽ തന്നെ പറയാം, അതും അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ്, പക്ക ഇംഗ്ലീഷ് ഒന്നും അല്ല. അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് വേണു ശ്രീറാം എന്നാണ്, ഞാൻ പറ്റിക്കാൻ വിളിച്ചല്ല, ലിറ്ററലി ഐ എം കോളിങ് യു ഫോർ ദിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായിട്ട് ഞാൻ എന്നിട്ട് ഫോൺ കട്ടിയിട്ട് ഒന്ന് തിരിച്ചു വിളിച്ചു. എന്നിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ കഥ പറയും. അവർ ആ പാട്ട് ഋതു കേട്ടിട്ട് വന്നതാണ്. അത് വേറെ അതൊരു ഈ പറഞ്ഞൊരു ഡ്രീം കം ട്രൂ പ്രൊജക്റ്റ് തന്നെയായിരുന്നു. ബട്ട് സംഹൗ ദാറ്റ് ഫിലിം ഡിഡ് നോട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ഫിലിം ഭയങ്കര ഒരു മെഗാ ഹിറ്റായിരുന്നു. ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു. ഓഡിയോ ഭയങ്കര ഹിറ്റായിപ്പോയി. അതെനിക്ക് തോന്നുന്നു ഇപ്പം ചേട്ടന് തെലുങ്കിൽ ഭയങ്കര ഇപ്പൊ ഡപ്പാങ്കുത്ത് പോലത്തെ പാട്ട് ചെയ്യണം എന്ന് ആഗ്രഹത്തിന് പുറത്ത് പോയതാണെങ്കിലും പക്ഷെ വേറെ ട്രാക്ക് ആണല്ലേ ഡപ്പാങ്കുത്ത് ചെയ്യാൻ ആളുണ്ട്, വേറെ പരിപാടി ചെയ്യാൻ ആളുണ്ട്. സംതിങ് ലൈക്ക് ഒരു യൂത്ത്ഫുൾ ഫ്രഷ്നെസ് ഉള്ള ഒരു പരിപാടി വേണം. അത് അങ്ങനെ ഒരു ഇതിലാണ് അവർ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ തമിഴിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. തമിഴ് ഡെബ്യൂ സംഭവിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലേ? അത് ഇതുവരെ എങ്ങനെ വന്നത്? ഈ തമിഴിലെ ഡെബ്യൂ എന്ന് ഞാൻ പറയില്ല. ഈവൻ ഇപ്പൊ തെലുഗു ഫസ്റ്റ് ഫിലിം നടക്കുമ്പോൾ തന്നെ എനിക്ക് സെക്കൻഡ് ഫിലിമിന്റെ ഓഫർ വന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡയറക്ടറായിട്ടുള്ള കൊരട്ടൽ ശിവയുടെ സിനിമയാണ്. ആദ്യത്തെ സിനിമ മിർച്ചി എന്ന് പറഞ്ഞിട്ട് പ്രഭാസിന്റെ. അത് അവസാനം അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്ന രണ്ടാമത്തെ സിനിമ. അത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെയോ ആ പടം ഫ്ലോപ്പ് ആയപ്പോഴത്തേക്കും അതങ്ങനെ മാറി മാറി പോയതാ, അത് നടന്നില്ല. ആ ഒരു നമ്മുടെ പേര് പറഞ്ഞാൽ എപ്പോഴും വിജയങ്ങളും കൂടെ ബേസ് ചെയ്തിട്ടാണല്ലോ ഒരാളുടെ ഒരു ഇയാളെയും കൂടെ വെക്കാം എന്നൊരു സംഭവം. ഈവൻ ഡെസ്പൈറ്റ് ദ മ്യൂസിക് ബീയിങ് എ ഹിറ്റ് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. അപ്പോൾ അത് നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ റൂട്ട് മാറി വേറെ റൂട്ടിലോട്ട് പോയേനെന്നുള്ളതാണ്. ബട്ട് ഈവൻ തമിഴിൽ ഐ വുഡന്റ് സേ ഇറ്റ്സ് എ ഡെബ്യൂ. നമ്മൾ ചെയ്തൊരു സിനിമ ബൈലിംഗ്വലായി വന്നതാണ്. തമിഴിൽ ഇപ്പോഴും ഒരു ഡെബ്യൂ എന്ന് ഞാൻ പറയിട്ടില്ല. സ്റ്റിൽ ഒരു ബൈലിംഗ്വൽ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് അതൊരു തമിഴിലും ഇറങ്ങി. പിന്നെ ഈ ഓ മൈ ഫ്രണ്ടിന്റെ ഒരു തമിഴ് വേർഷനും ഇറങ്ങി. അങ്ങനെയൊക്കെ ഇറങ്ങിയതാണ്. ചേട്ടൻ്റെ പടത്തില് ഇപ്പം പടം ചിലപ്പം അത്രയും ഹിറ്റായില്ലെങ്കിലും മ്യൂസിക് ഹിറ്റായിട്ടുള്ള കുറേ പടങ്ങൾ വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ എന്താ ശരിക്കും ഫീൽ ചെയ്യുക? സങ്കടം വരും. പിന്നെ നമ്മള് പക്ഷെ പാട്ട് ഹിറ്റാണല്ലോ അവിടെ. പാട്ട് ഹിറ്റാണെങ്കിലും പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മള് ഒരു പാട്ട് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഓർക്കുക. നമ്മൾ സോളമൻ മറ്റേ മുന്തിരി തോപ്പില് മറ്റേ അവിടെ പോയി പറിക്കാം,
മറ്റേ അധികാലത്ത് ഇരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ മെമ്മറിയോടും കൂടെ കണക്റ്റഡ് ആണ് ആ പാട്ട്. ആകാശമാകെ അല്ലെങ്കിൽ പവിഴം പോലൊക്കെ നമ്മൾ ഓർക്കുന്നു. ഓഫ് കോഴ്സ് മ്യൂസിക് ഇസ് സ്റ്റാൻഡ് അലോൺ ജോൺസൺ മാഷിന്റെ ലെജൻഡറി ട്രാക്സ് ആണ്. പക്ഷെ നമ്മൾ എപ്പോഴും അത് ഓർക്കുന്നത് സോളമനെ സോഫിയായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ്. ആ ലോറിയും അല്ലേ, ആ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് നമുക്ക് മ്യൂസിക്കിനോടും കൂടെ ഉള്ളത്. അപ്പം ആ സിനിമയിൽ എവിടെയെങ്കിലും ആ സിനിമയോട് ആ സിനിമ നമുക്കൊരു പ്രേക്ഷകന് വർക്കായിട്ടില്ലെങ്കിൽ നമ്മൾ ആ പാട്ടിനെ റീവിസിറ്റ് ചെയ്യാൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കോഹിനൂർ എന്ന് പറഞ്ഞ പടത്തില് പടം പക്ഷെ അത്ര നല്ല പടമാണ്, പക്ഷെ അത് അത്രയും റിസീവ് ആയില്ല ആ സമയത്ത്. ഇല്ല, ആ സമയത്ത് റിസീവ് ആയില്ല. പക്ഷെ നല്ലൊരു പടമാണ്. പക്ഷെ അതിന്റെ പാട്ട് ഇതുപോലെ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയ വരുന്ന ഒരു പാട്ടായിട്ട് തോന്നുന്നു. ഒരു പക്ഷേ അതൊരു വളരെ സ്റ്റാൻഡിങ് ഔട്ട് പാട്ടായിരുന്നു. അതെ അതെ, ഒരു വെറും മെലഡിക്കൊക്കെ ഉപരി 80s ഉണ്ടാകാമായിരുന്നു, 80s ഏതെങ്കിലും ഒരു നല്ലൊരു കമ്പോസർ സൃഷ്ടിക്കാമായിരുന്ന ഒരു പാട്ട് അതേ ഫോർമാറ്റിൽ. അങ്ങനത്തെ ഒരു ഓർക്കസ്ട്രേഷനും പുതിയ കാലത്തിന്റെ യാതൊരു ഈ പറഞ്ഞ പോലെ മേമ്പൊടികളോ അല്ലെങ്കിൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത ആ സ്ട്രിക്ട്ലി 80s. അപ്പം നമ്മൾ വി വർ ഗോയിങ് ത്രൂ ഓൾ ദ സോങ്സ്. ആ സമയത്ത് ഇറങ്ങിയ എല്ലാ മെലഡികളും കേൾക്കുകയും അതിനെ ഡൈസെക്ട് ചെയ്ത് അനാലിസ് ചെയ്ത് അത് മനസ്സിലാക്കാൻ അപ്പോഴത്തെ കമ്പോസേഴ്സ് എന്ത് ചെയ്യും, ജോൺസൺ മാഷിന്റെ ശൈലി എങ്ങനെയാണ്, BGMs എങ്ങനെ ചെയ്യും, സ്ട്രിങ്സ് എങ്ങനെ വായിക്കും, രാജസാർ എങ്ങനെ വായിക്കും, അല്ല ഔസേപ്പച്ചൻ സാറാണെങ്കിൽ അതെങ്ങനെ ചെയ്തേനെ. അപ്പോൾ ഓരോ കമ്പോസറിന്റെ ഒരു സ്റ്റൈല് മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് കമ്പോസിങ് തുടങ്ങിയത്. അതുവരെ ഒരു ട്യൂൺ പോലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അത് ഈവൻ അതിൽ ഡും 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 പെപ്പ പെപ്പ എന്ന് പറയുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. ഒരു പഴയ ടച്ച് ഉണ്ട്, ഡെഫിനറ്റ്ലി അതും 80s വൈബ് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ പാട്ട് ഈ പറഞ്ഞാൽ അതിന്റെ ഓഡിയൻസ് വരുന്നേ ഉള്ളൂ, എവിടെയോ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ഓഡിയൻസ് ഉണ്ട്, എന്നാലും ഒരു സെലിബ്രേറ്ററി രീതിയിൽ ആ പാട്ട് വരാനുണ്ട്, ഇനിയും അത് കേൾക്കാനുണ്ട്. ആ പാട്ട് അതിന് കുറെ മൾട്ടി ലെയർ ഉണ്ട് ആ പാട്ടിന്. അത് അത്രയും ലെയറിലേക്ക് അത് ആളുകളെ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വരും, അതിനൊരു സമയമുണ്ട് ദാസ. ലൈലാഗമേ എന്നുള്ള പാട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചേട്ടൻ പഠിക്കാൻ വേണ്ടി പോവാണ്. അതെന്താ പെട്ടെന്ന് ആ ഒരു സഡൻ തോട്ട് വന്നത്? അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ തിരിച്ചു വന്ന ഇതുപോലെ പടം കിട്ടുമോന്നൊക്കെ സംശയം പറഞ്ഞ ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. തിരിച്ചു വന്ന ഞാൻ രാഹുലിനെ മോനെ ആര് പടം തരും അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു? അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഭയങ്കര, ഞാൻ എപ്പോഴും എനിക്കൊരു പാഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ പുറകെ ഫോളോ ചെയ്യും. അപ്പോൾ എനിക്ക് ഐ റിയലി വോണ്ടഡ് ടു ഡു ദിസ് അറ്റ് എനി കോസ്റ്റ്. എന്തൊക്കെ കാരണം നമ്മൾ മറ്റേ ഈ കോമഡിയാണ്, മറ്റേ ഒരു സിനിമയിൽ മാളാരവിന്ദനും കൽപ്പന ചേച്ചി കൂടി ഇങ്ങനെ വരില്ലേ, ഒരു സിനിമയിൽ മറ്റേ ഒരു അട്രാക്ഷന് വേണ്ടി വരുന്നത് ആ പോക്ക, അതായത് അത് കിട്ടിയിട്ട് ഇനി വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈൻഡാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മളെ പിറകോട്ട് വലിക്കുന്ന എന്തൊരു കാര്യം തോന്നിയാലും അത് അവിടെ നമ്മളെ ഷട്ട് ഔട്ട് ചെയ്തിട്ടാണ്, ആ ഒരു മൈൻഡാണ്, ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഐ റിയലി വോണ്ടഡ് ടു ഡു ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. തിരിച്ചു വരുമ്പോൾ തന്നെ മലയാളത്തിൽ ഇനി ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഐ വോണ്ടഡ് ടു, അതൊരു ക്രാഫ്റ്റാണ്, ഒരു ക്രിയേറ്റിംഗ് സ്കോർസ് ലൈക്ക് വി ഹിയർ ഇൻ ഹോളിവുഡ് മൂവീസ്, അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാൻ പറ്റുക, അത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക വിത്തൗട്ട് എക്സ്റ്റേണൽ ഹെൽപ്പ്. അതൊരു ഡ്രീമാണ്. ഐ വോണ്ടഡ് ടു ഡു ദാറ്റ് ഫോർ എ ലോങ് ടൈം. ഞാൻ അതിനുവേണ്ടി ഒരു 2000 ചോട്ടാ മുംബൈക്ക് മുമ്പ് തന്നെ ഞാൻ അത്തരം സ്റ്റഡീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് മൂവിയൊക്കെ ഇല്ലേ, അതിൻ്റെ തിയേറ്റർ വേർഷൻ ഉണ്ട്, തിയേറ്റർ വേർഷൻ. അതിൻ്റെയൊക്കെ ഒറിജിനൽ സ്കോറുകൾ സംഘടിപ്പിച്ചു, അത് ബൈൻഡ് ചെയ്ത് അത് പഠിക്കുകയും തന്നെ കുറേ മനസ്സിലായി. പക്ഷെ എപ്പോഴും നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും അതിനൊരു ലിമിറ്റ് ഉണ്ട്. വെൻ ദർ ഇസ് നോ ഗൈഡ്, ദർ ഇസ് എ പോയിന്റ് വെൻ യു ഡോണ്ട് നോ വാട്ട് ടു ഡു, അല്ലെങ്കിൽ യു ഡോണ്ട് നോ ഇഫ് യു ആർ ഡൂയിങ് ദ റൈറ്റ് തിങ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലൈക്ക് ഐ വാണ്ടഡ് ടു ലേൺ ദ ക്രാഫ്റ്റ്. ആ ആഗ്രഹം, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് മ്യൂസിക് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ലൈഫിൽ ഒരു കോളിംഗ് ഇല്ലേ, ഒരു പേർപ്പസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വന്നു, നമ്മൾ ഇത്രയൊക്കെ മ്യൂസിക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, സംഗീതം അറിയാൻ പറ്റി, അല്ലെങ്കിൽ സംഗീതത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റി, കുറച്ച് നാൾ മ്യൂസിഷ്യനായി ജോലി ചെയ്യാൻ പറ്റി, കുറച്ച് പാഷൻ പെർസ്യൂ ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ അതിനെ അടുത്ത ലെവലിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ഇറ്റ് ഇസ് എ ക്രൈം. If you are feeling very comfortable, then you are done. You are equivalent to dead. അല്ലേ? If you are very comfortable about where you are, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോൾ ഫീൽഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ മതി.